പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് 75 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. 1950 ജനുവരി 26 നമ്മുടെ ഭാരതം റിപ്പബ്ലിക് ആയത്, സ്വതന്ത്രമായ ഒരു ഭരണഘടന. ഗണതന്ത്ര ദിനം എന്നുകൂടി അതിനെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ പത്രത്തിൽ വായിച്ചപ്പോൾ രസകരമായൊരു കാര്യം കണ്ടു. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ മതേതരത്വം, സോഷ്യലിസം ഇത്തരം വാക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്താണ് മതേതരത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നത്, അതാണ് മതേതരത്വം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഒരുപോലെ കാണുന്നത്, ഉയർന്നവനും താഴ്ന്നവനുമില്ലാത്ത ഒരു ലോകം. എന്തുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കാതെ പോയത്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകിച്ച് മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. ഒരുപാട് ബാധ്യത ഹിന്ദുക്കൾക്കുണ്ടാക്കിയ ഒരു വാക്കാണ് മതേതരത്വം. ക്ലാസ് മുറിയിൽ മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഔദ്യോഗിക പദവികളിൽ മതം വിഷയമാണ്. മതത്തിന്റെ പേരിൽ രാഷ്ട്രം വിഭജിക്കപ്പെടുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ആയതിനാൽ ഞങ്ങൾക്ക് ഇന്നേത് വേണമെന്ന വാശി ഉണ്ടാകുന്നു. ഇതെല്ലാം മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സഹിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് BR അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പി മഹാത്മാവ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കാതെ പോയത്? അദ്ദേഹം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ? അല്ല. മതേതരത്വം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകുന്നത് പാകിസ്ഥാനിലാണ്, സൗദി അറേബ്യയിലാണ്. ഭാരതത്തിൽ അതിന് ഒരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഭരണഘടന ജനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്ന മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, കമ്മ്യൂണിസത്തെ ഒക്കെ ഇരു കൈകൾ നീട്ടി ഈ മണ്ണിലേക്ക് സ്വീകരിച്ചവരാണ് ഈ നാടിൻ്റെ ദേശീയ ജനതയായ ഹിന്ദു. അതായത് ഹിന്ദുക്കൾക്കൊരു ഭരണഘടനയുണ്ട്. അതിങ്ങനെയാണ്: ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം, സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ, നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിലെത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അങ്ങനെ 33 കോടി ദൈവങ്ങളിലും ഏക ഈശ്വരനിലും വിശ്വസിച്ച ഹിന്ദു ഈ ദൈവങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു അള്ളാഹുവിനെ, ഒരു യഹോവയെ വെക്കുവാൻ യാതൊരു വൈമനസ്യവും കാണിച്ചില്ല. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ചു. അവർക്ക് നമ്മൾ പള്ളി പണിതു കൊടുത്തു. ചേരമാൻ പള്ളി ഹിന്ദുക്കൾ ക്ഷേത്രം പണിയുവാൻ വെച്ച കല്ലുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട പള്ളിയാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ പലപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കാറുണ്ട്. അപ്പൊ ആ ഹിന്ദുവിനോട് മതേതരത്വം പറയേണ്ടതുണ്ടോ? അതായത് BR അംബേദ്കർ എന്ന് പറയുന്ന മഹാത്മാവ് ജനിക്കുന്നതിൻ്റെ, ഭരണഘടന ജനിക്കുന്നതിൻ്റെ, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ജനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്നിരിക്കുന്ന ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ ഒരു ഉപാധിയുമില്ലാതെ സ്വന്തം മണ്ണിലേക്ക് സ്വീകരിച്ച് അവർക്ക് അവരുടേതായ ആരാധനാലയങ്ങൾ പണിതു കൊടുത്ത ഹിന്ദുവിനോട് നീ മതസഹിഷ്ണുതയുള്ളവനായിരിക്കണം, നീ മതേതരവാദിയായിരിക്കണം, നിനക്ക് മറ്റു മതങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയണം എന്നൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല എന്ന് മനസ്സിലാക്കിയ അംബേദ്കർ ജി നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തില്ല. എന്നാൽ മാലിക് ദീന്റെ കൂടെ വന്ന ഇസ്ലാം മതത്തെ ഈ മണ്ണിൽ സ്വീകരിച്ചു. ഈ ഭാരതത്തിൽ അവർ വളർന്നു, അവർ പെറ്റുപെരുകി ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹിന്ദുവിന്റെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിന് ഇസ്ലാമിക രാജ്യം വേണം. അങ്ങനെയാണ് 47 സ്വാതന്ത്ര്യവും വിഭജനവും കൂടെ ഉണ്ടായി. പഞ്ചാബിന്റെ പാതിയും ബംഗാളിന്റെ പാതിയും വെട്ടിമുറിച്ച് ഇന്നത്തെ പാകിസ്ഥാൻ, ഭാരതത്തിന്റെ 4 ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിന് ഇസ്ലാമിക രാജ്യവും അവശേഷിച്ചത് ഹിന്ദു രാജ്യമായില്ല, മതേതര ഇന്ത്യയുമായിട്ടാണ് നമുക്ക് ലഭിച്ചത്. അവിടെ ആ മതേതര ഇന്ത്യയിൽ എന്തായിരുന്നു ഹിന്ദുക്കളുടെ സമീപനം മുസ്ലിങ്ങളോട്?
ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും വീണ്ടും ന്യൂനപക്ഷം ജനങ്ങൾക്ക് കൊടുത്തു. നമ്മളതിനെ എതിർത്തു. RSS പറഞ്ഞു അത് പാടില്ല. കാരണം പാകിസ്ഥാൻ കൊണ്ടുപോയിട്ട് അവശേഷിച്ച ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം എന്ന് വേർതിരിവ് വേണ്ട, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് ക്ലാസ് മുറിയിൽ ചോദിക്കേണ്ട. എല്ലാവരും ഭാരതാംബയുടെ മക്കളാണ്. അവരെല്ലാവരെയും മതത്തിന്റെ കണ്ണുകൊണ്ട് കാണാതെ പൗരന്റെ കണ്ണുകൊണ്ട് കാണുക. ഒരാൾ പള്ളിയിൽ പോകുന്നു, മറ്റൊരാൾ ചർച്ചിൽ പോകുന്നു, മറ്റൊരാൾ അമ്പലത്തിൽ പോകുന്നു. അതുകൊണ്ട് ക്ലാസ് മുറിയിൽ അവന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എങ്ങനെയായിരിക്കണം? മുസ്ലിം കുട്ടിക്ക് ലംസം ഗ്രാന്റ് കൊടുക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്ന മുസ്ലിം കുട്ടികൾക്ക് പ്രത്യേക ധനസഹായം കൊടുക്കുന്നു, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം വിധവകൾക്ക് 2 ലക്ഷം രൂപയുടെ വായ്പ പലിശരഹിതമായി കൊടുക്കുന്നു, മദ്രസ അധ്യാപകന് ക്ഷേമനിധി കൊടുക്കുന്നു, മതം പഠിപ്പിക്കുവാൻ മദ്രസയ്ക്ക് പ്രത്യേക ഫണ്ട് കൊടുക്കുന്നു. അവിടെ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. മതം പഠിപ്പിക്കേണ്ടത് മതത്തിന്റെ ആവശ്യമാണ്, അത് മതക്കാരൻ പഠിപ്പിക്കണം. പക്ഷേ മതേതരത്വത്തിന്റെ പേരിൽ ഈ കലാപരിപാടികളെല്ലാം സ്വതന്ത്ര ഭാരതത്തിൽ നടന്നു. എന്നിട്ടും നമ്മുടെ ആളുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയാറുണ്ട്, ഇതൊരു മതേതര രാജ്യമാണ് എന്ന്. ആ മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നത്തെ പത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കി. 1976 അടിയന്തരാവസ്ഥ കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ ശക്തി അപാരമാണ്. ഒരു കോടതിയിൽ ചെന്നാൽ ഏത് മതത്തിൽപ്പെട്ടവനും അവന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കോടതിയിൽ നിൽക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്ന് ഓരോ പൗരനും വിശ്വാസമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഏതാണോ ശിക്ഷ വിധിക്കുന്നത് അത് അനുഭവിക്കുവാൻ എല്ലാവരും തയ്യാറാകുന്നു. ചിലപ്പോൾ ചില ആളുകൾക്ക് തൂക്കുകയർ വിധിക്കുന്നു, അവരെ തൂക്കിക്കൊല്ലാറുണ്ട്. ജീവപര്യന്തം തടം വിധിക്കുന്നു, അവരെ ജയിലിലയക്കാറുണ്ട്. അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒരുപോലെ അനുസരിക്കുന്നു. എന്നാൽ പാകിസ്ഥാന് ഭരണഘടനയുണ്ട്. പാകിസ്ഥാനിലെ സുപ്രീം കോടതി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മതനിന്ദ നടത്തി എന്ന് പറഞ്ഞ് തെറ്റായ ആരോപണം ഉണ്ടാക്കിയ ഒരു സ്ത്രീയെ വെറുതെ വിട്ടു. ജനക്കൂട്ടം കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. അപ്പൊ അവിടെ ഭരണഘടനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത അവിടുത്തെ പ്രധാനമന്ത്രിയെ പുറത്താക്കിയിട്ട് പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നു. ഭരണഘടന നോക്കുകുത്തിയാവുന്നു. കഴിഞ്ഞ 75 വർഷക്കാലത്തിനിടക്ക് ഭാരതത്തിന്റെ ജനാധിപത്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു സൈനിക മേധാവി. ഇന്ത്യൻ ജനാധിപത്യത്തിൽ കരസേനാ മേധാവി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറയില്ല. അതാണ് നമ്മുടെ നാടിന്റെ ശക്തി. ഈ ശക്തിയും ഭരണഘടനയും നിലനിൽക്കുന്ന എന്തുകൊണ്ടാ? ഇവിടെ സഹിഷ്ണുതയുടെ പര്യായമായ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ടാണ്. മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നിയമങ്ങൾ 2 തരത്തിലാണ്. മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുവിനൊരു നിയമം. ആ നിയമം പാടില്ല. ഏക സിവിൽ കോഡ് നമുക്ക് വരണം. അതായത് ക്രിമിനൽ കേസുകളിൽ ഹിന്ദുവിനും മുസ്ലിമും ക്രിസ്ത്യാനിക്കും ഒരു നിയമമാണ്. കട്ടാൽ ഇസ്ലാമിക നിയമമല്ല. ഇസ്ലാമിക നിയമപ്രകാരം കട്ടവന്റെ കൈവെട്ടണം. വ്യഭിചരിച്ചാൽ ഉടുതുണി കൊണ്ട് വരിഞ്ഞു കെട്ടി കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ ഇത് ഈ നിയമങ്ങളല്ല. ഇതെല്ലാം ഹിന്ദുവിനും മുസ്ലിമിനും ഒരൊറ്റ നിയമമാണ്. കൊലപാതകത്തിനും മോഷണത്തിനും ഒക്കെ ഒരു നിയമമാണ്. പക്ഷേ വിവാഹ കാര്യത്തിൽ, സ്വത്തവകാശത്തിലെല്ലാം വ്യത്യസ്ത നിയമങ്ങളാണ്. അവിടെയാണ് സ്ത്രീക്ക് അവിടെ സ്വത്തിന് തുല്യമായ അധികാരം ഇസ്ലാമിലില്ല. അപ്പൊ ഏക സിവിൽ നിയമം ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ക്രിമിനൽ നിയമം എങ്ങനെയാണോ അതുപോലെ സിവിൽ നിയമങ്ങളും ബാധകമായിരിക്കണം എന്ന് പറയുമ്പോൾ കാണാൻ നമ്മുടെ നാട്ടിലെ ചില മതേതരന്മാരുടെ പൊട്ടിത്തെറികൾ. വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് മേലെയാണ് ഇന്ന് വഖഫ്. വഖഫ് കോടതി ഈ സ്വത്ത് എന്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നാണ് അത് തെളിയിക്കാൻ കഴിയുക? ഇത്തരം അബദ്ധങ്ങൾ, നെഹ്റു വരുത്തി വെച്ച അബദ്ധങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേലെ പ്രവർത്തിക്കുന്ന അബദ്ധങ്ങൾ നമുക്ക് തിരുത്തണം. അതുകൊണ്ടാണ് പുതിയ ചർച്ചകൾ. വഖഫിൽ ഭേദഗതി വരുത്തി അത് കോടതിക്ക് കീഴിലാക്കുന്നു. അല്ലാതെ ഇസ്ലാമിക പുരോഹിതൻ നിൽക്കുന്ന കോടതിയിൽ ചെന്നിട്ട് ഇത് എൻ്റെ സ്വത്താണെന്ന് ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ തെളിയിക്കാൻ കഴിയില്ല. ഈ വഖഫ് കൊണ്ട് ഏറ്റവും പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അവരുടെ സ്വത്ത് 100 വർഷം കഴിഞ്ഞാൽ 100 വർഷം മുമ്പ് നിന്റെ സ്വത്ത് വഖഫിന് കൊടുക്കാമെന്ന് നിന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വത്തിന് നോട്ടീസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാം ഭരണഘടനയ്ക്ക് കീഴിൽ വരണം. ഭരണഘടന ഒരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഭരണഘടന ഉയർത്തി നരേന്ദ്രമോദിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഭരണഘടനയുടെ കോപ്പി തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഭരണഘടന പ്രകാരം അതിനായിരിക്കണം പവർ. വഖഫിനല്ല, ഇസ്ലാമിക നിയമങ്ങൾക്കല്ല, ഹിന്ദു നിയമങ്ങൾക്കല്ല, ക്രൈസ്തവ നിയമങ്ങൾക്കല്ല, എല്ലാത്തിനും മേലെ ഭരണഘടന വരുമ്പോൾ ഏക സിവിൽ നിയമം ഇവിടെ ഉണ്ടാവണം. വഖഫ് നിയമം ഭേദഗതി ചെയ്യണം. ഇതെല്ലാം കൂടി നമ്മൾ പറയണം. ആ ഭരണഘടന, മഹത്തായ ഭരണഘടനയുടെ
75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്തെല്ലാം പരിമിതികൾ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ നാടിൻ്റെ ശക്തമായ നട്ടെല്ലാണ് നമ്മുടെ ഭരണഘടന എന്നറിയുക. നന്ദി, നമസ്കാരം.